അനുമോളുടെ മധുരപ്രതികാരം. അനുമോളെ കളിയാക്കിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് ആദിലയും പ്രവീണും. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ അനുമോളും കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്പസമയം മുമ്പ് ലൈവിൽ കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് എഴുതിയിരിക്കുന്നത്. ആ മേക്കപ്പ് ആ റൂമിൽ ആദിലിരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് മുഖത്തിലെ ഭംഗിയെല്ലാം നോക്കിക്കൊണ്ട് പ്രവീൺ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് അനുമോൾ വരുന്നത്. അനുമോൾ വന്നിട്ട് അനുമോളുടെ ഡ്രസ്സിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. നല്ല ഡ്രസ്സാണ് കേട്ടോ എന്ന് പ്രവീൺ അനുമോളോട് പറയുമ്പോൾ ആദിലയും പറയുന്നുണ്ട്, ആ നല്ല ഡ്രസ്സാണ് കേട്ടോ. ഇതെന്താ വയറ് കാണുന്നത്? വയറ് കുറച്ച് ഭാഗം കാണാം. വയറ് എന്തിനാണ് കാണുന്നത്? എന്താണോ വയറ് കാണുന്നുണ്ടല്ലോ എന്ന് ആദില. കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ്, കുറച്ച് കുറയ്ക്കാമെന്ന് പ്രവീണും ഏറ്റുപിടിച്ചു. എന്താ വയറ് കാണുന്നുണ്ടല്ലോ, ഒരു പിന്നു കുത്തിക്കൂടെ എന്നൊക്കെ. അപ്പോൾ അനു പറയുന്നുണ്ട്, നിങ്ങൾ കളിയാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല കേട്ടോ എന്ന്. അനുവിനെ ഒരു കളിയാക്കുന്നതാണ്. അനു നല്ല അടിപൊളിയായിട്ട് നടക്കുന്ന കണ്ടിട്ട് ചുമ്മാ ഒന്ന് കളിയാക്കുകയാണ്. വയറിൻ്റെ കുറച്ച് ഭാഗം അത് കാണാം. അപ്പോൾ ഇതിനെ ചൊല്ലിയിട്ടാണ് ഇവർ പറയുന്നത്, കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് ഇങ്ങനെ കിടാവോ എന്ന്. അനു ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെയും ആരുടെ ഡ്രസ്സിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ ഔട്ട്ഫിറ്റ്, ആര് ചെയ്തതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രവീണാണ് കേട്ടോ ചോദിക്കുന്നത്. അനു പറയുന്നുണ്ട്, ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്യാറ്. ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, മറ്റൊരാൾ സ്റ്റിച്ച് ചെയ്ത് തരും. അങ്ങനെയാണ് എൻ്റെ എല്ലാ ഡ്രസ്സും ഇരിക്കുന്നത്. എന്നാൽ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പ്രവീൺ പറയുമ്പോൾ അനു പറയുകയാണ്, എന്തുകൊണ്ടാണ് താൻ ഈ ഒരു ഡ്രസ്സിനോട് ഇത്ര കോൺഷ്യസ് ആവുന്നതിൻ്റെ കാരണം. പണ്ടൊക്കെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവിടെയുള്ളവർ അനുവിൻ്റെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഇതെന്താ അനുവിൻ്റെ ഡ്രസ്സൊന്നും കളർഫുൾ അല്ലാത്ത, എന്താ ഇങ്ങനത്തെ ഡ്രസ്സ് എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അനുവിന് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അനു പുതിയ തുണികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കും. അങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ആയി മാറി. അപ്പോൾ ഇത് കണ്ടിട്ട് പിന്നെ അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ അറിയുന്നതെന്ന് അനു ഇത് തന്നെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, അനുവിൻ്റെ ഡിസൈൻ ആണെന്ന്. അതുകൊണ്ടാണ് ആൾ ഡ്രസ്സിൽ ഇത്രമാത്രം കോൺഷ്യസ് ആയിട്ട്. പണ്ട് ഒരുപാട് ഒരു കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അനു ഇത്രമാത്രം ഡ്രസ്സിൽ കോൺഷ്യസ് ആയിട്ടിരിക്കുന്നത്, നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇടുന്നത്. എന്നാൽ അനുവിനെ കളിയാക്കാൻ കിട്ടിയൊരു അവസരം പാഴാക്കാതെ അനുവിൻ്റെ പിന്നാലെ നടക്കുകയാണ് ആദില. ഇവരൊക്കെ അനുവിനെതിരാണോ അല്ലെങ്കിൽ അനുവിന് കൂടെ നിൽക്കുകയാണോ എല്ലാം മനസ്സിലാക്കി തന്നെയാണ് അനു പോകുന്നത്. ഒറ്റയാൾ പോരാട്ടം എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ തന്നെയാണ്. പക്ഷെ ഒരു വീട്ടിൽ കഴിയല്ലേ, എപ്പോഴും ഒറ്റയ്ക്ക് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പുള്ള സ്ട്രാറ്റജി ആകും. എല്ലാവരോട്ടും മിങ്കിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അനുവിനോട് ഇവർ കാണിക്കുന്നതൊന്നും ആത്മാർത്ഥ സ്നേഹമല്ലെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധമൊക്കെ ഇപ്പോൾ അനുവിന് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അനുവിന് മനസ്സിലായി തുടങ്ങി. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോള്. നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കുന്നു. എന്നാൽ ലൈവിൽ അല്പസമയത്തുള്ള ടാസ്ക് തുടങ്ങും. ടാസ്കിൽ കറുത്ത കോയിനൊക്കെ വാരിക്കൂട്ടിയവരൊക്കെ ഉണ്ട്. അവർക്കുള്ള പണിയുടെ പിന്നാലെ പണിയായിട്ട് ബിഗ് ബോസ് വരുന്നുണ്ട്. ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞ 2 ദിവസം സെയിം ടാസ്ക് ഒക്കെ തന്നെയായിരുന്നു. ഇന്നും അത്തരത്തിൽ തന്നെ ആയിരിക്കും. എങ്കിലും എന്തെങ്കിലുമൊക്കെ റൂൾസിൽ ചെറിയ മാറ്റങ്ങൾ ബിഗ് ബോസ് കൊണ്ടുവന്നേക്കാം. അവസാന ദിവസമല്ലേ, അതെന്താണെന്നുള്ളത് നമുക്ക് ലൈവ് കണ്ടറിയാം. അപ്പോൾ ലൈവിൽ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു.